സ്നേഹമുള്ളവരെ, ഇത് കാൽപന്ത് കളിയുടെ ലോകകപ്പ് കാലമാണ്. ഒരു വലിയ പന്തായിട്ടുള്ള ലോകം ചെറിയ പന്തിലേക്ക് ചുരുങ്ങുകയും ഒരു ചെറിയ പന്തിൻ്റെ പുറകെ ഓടുകയും ചെയ്യുന്ന കാലഘട്ടം. 60ഓളം രാജ്യങ്ങളാണ് കിരീടത്തിന് വേണ്ടി പോരടിക്കുന്നത്. ഒരു ഭാഗത്ത് 11 കളിക്കാരാണുള്ളതെങ്കിൽ അവരിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്നയാളും പ്രധാനപ്പെട്ട ആളും ഗോൾ കീപ്പറാണ്. 10 പേരും അദ്ദേഹത്തെ പരാജയപ്പെടുത്താനാണ് നോക്കുന്നത്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ദൗത്യം ഒരു ചെറിയ ഇടത്തുള്ള വല സംരക്ഷിക്കുക എന്നുള്ളതും. കാൽപന്ത് കളിയുടെ നിയമങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് ബാധകമല്ല. എർണസ്റ്റ് മാധവൻ്റെ ഹിഗ്ഗിറ്റ എന്നുള്ള ഒരു ചെറുകഥ 90കളുടെ ആരംഭത്തിൽ എഴുതപ്പെട്ടതാണ്. അതിൽ കൊളംബിയൻ ഗോളിയായിട്ടുള്ള ഹിഗ്ഗിറ്റയുടെ മാനസിക സംഘർഷങ്ങൾ വർഗീസ് സച്ചനിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്. അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക സംഘർഷം, പ്രത്യേകിച്ചും കളി നീണ്ടുപോയി ഒരു പെനൽറ്റി കിക്കിലേക്കൊക്കെ വരുന്ന സമയത്തുള്ളത് അവർണ്ണനീയമാണ്. ലോകം മുഴുവനും നോക്കുന്നത് ഈ ഒരേ ഒരാളിലേക്ക്. അതിൻ്റേതായിട്ടുള്ള സമ്മർദ്ദങ്ങളെ അദ്ദേഹത്തിന് അതിജീവിക്കണം. ഈ സമ്മർദ്ദങ്ങളെ അദ്ദേഹം അതിജീവിക്കുന്നത് എങ്ങനെയാണ്? ഭയം, ഒരു ശകലമെങ്കിലും ഒരല്പമെങ്കിലും ഭയം ബാധിച്ചാൽ അദ്ദേഹത്തിന് ഈ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ തൻ്റെ ആത്മവിശ്വാസത്തിൽ ഊന്നിയിട്ടാണ്, അതോടൊപ്പം തന്നെ ദൈവത്തിലുള്ള വിശ്വാസത്തിലും ദൈവവിശ്വാസിയായിരിക്കണം. ഭയത്തെ അതിജീവിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവവിശ്വാസം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും മാത്രമേ ഭയത്തെ അതിജീവിക്കാൻ പറ്റൂ. വിശ്വാസത്തിൻ്റെ എതിരായിട്ടുള്ള പാപം അവിശ്വാസമല്ല, പിന്നെയോ ഭയമാണ് വിശ്വാസത്തിനെതിരായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പലവരും പറയും, 3 പ്രാവശ്യമെങ്കിലും പറയുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണ്? ഭയപ്പെടാനുള്ള സാഹചര്യങ്ങളെ ഭൗതികമായിട്ട് നോക്കിയാൽ നിലവിലുണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുകയും ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ ചെറിയ ആളുകൾക്ക്, ഒരു 12 പേർ മാത്രമുള്ള ഈ സമൂഹത്തിന് എന്ത് സാധിക്കും എന്നുള്ളൊരു ചിന്തയുണ്ട്. അവിടെയാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട. ഇന്ന് ഈ വീടിൻ്റെ ഉള്ളിൽ പറയപ്പെടുന്നത് പുരമുകളിൽ നിന്ന് ഘോഷിക്കപ്പെടുന്ന കാലം വരും. അതുകൊണ്ട് ഈ സാഹചര്യമില്ലായ്മയെ, ഈ എളിയ തുടക്കത്തെ ഓർത്തൊന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ സുവിശേഷം എഴുതപ്പെട്ടത്, അതായത് മത്തായിയുടെ സുവിശേഷം, ഒരുപക്ഷെ AD 80-നും 90-നും ഇടയിലായിരിക്കും എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. യേശുവിൻ്റെ കാലം കഴിഞ്ഞ്, അതായത് യേശു ഭയപ്പെടേണ്ട എന്ന് ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം വീണ്ടും 60 വർഷത്തോളം ലോകം പോയി. ഗലീലി കടലിലൂടെ ഒരുപാട് വെള്ളം വലിച്ചിറങ്ങിപ്പോയി. കാലത്തിൽ വന്ന മാറ്റങ്ങൾ കൂടുതൽ അവരെ ഭയചിതരാക്കാനുള്ളതായിരുന്നു. യേശുവിൻ്റെ മരണം കഴിഞ്ഞ് അധികം നാളുകൾ കഴിയുന്നതിന് മുൻപേ എസ്തപ്പാനോസ് എന്ന് പറയുന്ന അതിശക്തനായിട്ടുള്ള വിശ്വാസി യഹൂദരാൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണം സൃഷ്ടിച്ച വലിയ അനിശ്ചിതത്വവും ഭയപ്പാടും പക്ഷേ ശിഷ്യന്മാരെ ഭയപ്പെടുത്തിയില്ല. അവസാനത്തെ എസ്തപ്പാനോസിൻ്റെ പ്രസംഗം അദ്ദേഹത്തിൻ്റെ മരണത്തെക്കാളും എത്രയോ ശ്രേഷ്ഠമായിരുന്നു. സ്വർഗം തുറക്കുന്നതും അവിടെ ദൈവദൂതന്മാർ കയറിയിറങ്ങുന്നതും പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു ഉപവിഷ്ടനായിരിക്കുന്നതും കണ്ടിട്ട് ആ സന്തോഷത്തിലാണ് അവൻ മരണമടയുന്നത്. അപ്പസ്തോലന്മാരെ അധികാരികൾ പിടിച്ച് മർദ്ദിച്ച് പുറത്തിറക്കി വിടുമ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ പറയും, യേശുവിനെ പ്രതി സഹിക്കാനുള്ള കൃപ കിട്ടിയത് കൊണ്ട് അവർ അത്യധികം ഉത്സാഹത്തോടെയാണ് പോയതെന്ന്. അങ്ങനെ ഒരു 30 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും നീറോ ചക്രവർത്തി 64-ൽ ക്രിസ്ത്യാനികളുടെ മേൽ അതിക്രൂരമായിട്ടുള്ള മർദ്ദനം അഴിച്ചുവിടുകയാണ്. അദ്ദേഹം തന്നെ കാരണമുണ്ടാക്കി റോമാ സാമ്രാജ്യത്തിന് തീയിട്ടത് ക്രിസ്ത്യാനികളാണ് എന്ന് ആരോപണം നടത്തി ക്രിസ്ത്യാനികളെ വല്ലാതെ കൂട്ടക്കൊല ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ചക്രവർത്തി. അതുമാത്രവുമല്ല അവരെ ഭയപ്പെടുത്തിയത്. AD 70 ആയപ്പോഴേക്കും യഹൂദരുടെ ഏറ്റവും വലിയ കേന്ദ്രമായിട്ടുള്ള ദേവാലയം നശിപ്പിക്കപ്പെട്ടു. ഇനി അവർക്ക് ഒത്തുകൂടാനായിട്ട് ദേവാലയമില്ല.
അവരെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കി എന്ന് മാത്രമല്ല, അവരുടെ മുഴുവനും വസ്തുവകകളും കണ്ടുകെട്ടുകയാണ്. അവർ സാമൂഹികമായിട്ട് ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. കുടുംബങ്ങളിൽ നിന്ന് അവരെ പുറത്താക്കി, സമൂഹത്തിൽ നിന്ന് പുറത്താക്കി, സിനഗോഗിൽ നിന്ന് പുറത്താക്കി. എങ്കിലും ഈശോ പറയും, നിങ്ങൾ ഭയപ്പെടേണ്ട എന്നുള്ള വാക്കുകൾ. അവരെ വീണ്ടും വീണ്ടും ആശ്വാസം പ്രാപിച്ചത് യേശുവിൻ്റെ വാക്കുകളിലായിരുന്നു. മതപരമായിട്ട് സാമൂഹികമായിട്ട് ഒറ്റപ്പെടുത്തപ്പെട്ടപ്പോൾ, ആക്രമിക്കപ്പെട്ടപ്പോൾ, വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ഒക്കെയും അവരുടെ മനസ്സിലുണ്ടായിരുന്നത് ഇതാ. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറയാനുള്ള കാരണം? ഒന്നാമത് യേശു പറയും, നിങ്ങൾ ഏറ്റവും കൂടുതൽ മരണത്തെയല്ലേ ഭയപ്പെടാൻ സാധ്യതയുള്ളത്, നിങ്ങൾ ഇനി മുതൽ മരണത്തെ ഭയപ്പെടേണ്ടതില്ല. അതിന് കാരണം എന്താ? കൊല്ലാൻ പറ്റില്ല എന്നുള്ളതാണ്. മരണമില്ലാത്തവരെ സംബന്ധിച്ച് മരണത്തെ എന്തിനാണ് ഭയപ്പെടുക? അവർക്ക് മരണത്തെ വേണമെങ്കിൽ ഭയപ്പെടാം, ഈ ലോകത്തിലെ മരണം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ചാൽ. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് കൊണ്ടും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് എന്ന് വാഗ്ദാനം ചെയ്തതുകൊണ്ടും തൻ്റെ ജീവിതകാലത്ത് തന്നെ പലരെയും യേശു ഉയർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും മരണം അവരെ സംബന്ധിച്ചിടത്തോളം, ആദിമ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുന്ന യാഥാർത്ഥ്യത്തിൻ്റെ അപ്പുറത്തേക്ക് ദൈവത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ടുള്ള ഒരു സാഹചര്യവും, അതുപോലെ തന്നെ ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. മരണം അവർക്കൊരു ഉറക്കമായിരുന്നു. എത്രയും പെട്ടെന്ന് ദൈവസന്നിധിയിലേക്ക് എത്താമെന്നുള്ള ഒരു ചിന്ത മരണമുണ്ടായാൽ മരണത്തിലൂടെ അവർക്ക് ലഭിക്കുന്നു എന്നാണ് അവർ കരുതിയത്. എന്ന് പറഞ്ഞാൽ മരണപ്പെടുക എന്നുള്ളത് ഭയപ്പെടുന്ന യാഥാർത്ഥ്യമല്ല, പിന്നെയോ സാക്ഷ്യം വഹിക്കാനായിട്ടുള്ള സാഹചര്യമായിട്ട് അവസരമായിട്ടും അവർ കരുതുന്നു. ഇങ്ങനെ മരണത്തെ ഭയമില്ലാത്ത ഒരു ജനതയെ കീഴടക്കാൻ ആർക്കാ സാധിക്കുക? തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ വരാനിരിക്കുന്ന സ്വർഗത്തിലെ ഭൗതികമായിട്ടുള്ള, തികച്ചും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടാണ് യുവജനങ്ങളെ ആകർഷിക്കുന്നത്. മരണമില്ല എന്നുള്ള ഒരു ബോധ്യം അവരെ ഭയപ്പെടുത്തിയില്ല. ഈശോ പറയും, അതുകൊണ്ട് തന്നെയും നിങ്ങളെ ഈ ലോകത്തിൽ കൊല്ലാൻ പറ്റുന്നവന് നിങ്ങൾ ഭയപ്പെടരുത്, ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റുന്ന ദൈവത്തെ ഭയപ്പെട്ടാൽ മതി. രണ്ടാമതായിട്ട് അവർ ഭയപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം ഈശോ പറയുന്നത്, നമ്മളൊക്കെയും ദൈവസന്നിധിയിൽ വിലയുള്ളവരാണ് എന്നുള്ളത് കൊണ്ടാണ്. ഒരു നാണയത്തിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? ഈ 2 കുരുവികളും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിസ്സാര ജീവികളായിരുന്നു. ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ ഏറ്റവും വില കുറഞ്ഞ കാര്യങ്ങൾ, ഏറ്റവും വില കുറഞ്ഞവ. ഒന്നുമില്ല 2 കുരുവികളെന്ന് പറഞ്ഞാൽ ഒരു നാണയത്തിൻ്റെ വില പോലുമില്ല. അങ്ങനെയുള്ള ഒരു കുരുവി വീഴുന്നത് ദൈവം അറിയുന്നുണ്ടെങ്കിൽ, ദൈവം അത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എത്രയോ കുരുവികളെക്കാൾ വിലയുള്ളവരാണ്. നിൻ്റെ തലയിലെ ഒരു മുടി നിനക്ക് വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ കഴിയില്ല എങ്കിൽ മുടി കൊഴിയുന്നതിനെ പറ്റി നീ എന്തിനാണ് ചിന്തിക്കുന്നത്? മുടി കൊഴിയുന്നതിനെ പറ്റി മാത്രമല്ല, നീ എന്തിനാണ് നിൻ്റെ ജീവിതത്തെ പറ്റിയിട്ട് അത്ര പോലും നിനക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ലാത്ത അവസ്ഥയാണെങ്കിൽ നീ എന്തിനാണ് ഭയപ്പെടുന്നത്? ഭയപ്പെട്ടിട്ട് എന്താ കിട്ടുക? അതുകൊണ്ട് ഈശോ പറയും, ഞാൻ നിങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയും. എന്നെ പിതാവായ ദൈവത്തിൻ്റെ പക്കൽ ഏറ്റുപറയുന്നവരെ ഞാനും സന്നിധിയിൽ ഏറ്റുപറയും. അതായത് ക്രിസ്തു യേശു നമ്മളെ ഏറ്റുപറയും എന്നുള്ള ഒരു ബോധ്യം, നമുക്ക് മരണമില്ല എന്നുള്ള ഒരു ചിന്ത, ദൈവസന്നിധിയിൽ നമ്മൾ വിലയുള്ളവരാണ് എന്നുള്ള ഒരു ചിന്ത, ഈ ചിന്തകളും വിശ്വാസവുമാണ് ഭയമില്ലാതെ ദൈവത്തിന് സാക്ഷ്യം വഹിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. അനുദിന ജീവിത ചുറ്റുപാടുകളിലൊക്കെയും നിസ്സംഗരായിട്ട് മാറുന്ന നമ്മൾ, ഭയമില്ലായ്മ മാത്രമല്ല നമുക്ക് വിശ്വാസമില്ലായ്മയും നമ്മുടെ ഒരു തിന്മയായിട്ട് മാറുന്നുണ്ടെന്ന്. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടത് ധീരതയോടെ ജീവിതം കൊണ്ട് സുവിശേഷം പ്രസംഗിക്കാനായിട്ടുള്ള ഒരു കൃപയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഭയമില്ലാത്തവരായിട്ട് ജീവിക്കാം. അതോടൊപ്പം തന്നെ വിശ്വാസത്തിൽ ഉറച്ചതിൻ്റെ പേരിൽ ഭയമില്ലായ്മ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ചുള്ള ഭയമില്ലായ്മയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സാക്ഷ്യത്തിൻ്റെ ഒരു ജീവിതം നയിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.
ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.